ഒന്നും മുണ്ടാത്തത് എന്താടാ, എന്ത് പറ്റി? ഐസ് കണ്ട് കണ്ണൊക്കെ മഞ്ഞളിച്ചോ? എനിക്ക് സംസാരിക്കാൻ പോലും ബ്രീത്ത് കിട്ടുന്നില്ല, അമ്മാതിരി ബ്രീത്തിങ് പ്രോബ്ലം. പനി പിടിച്ചല്ലോ ഗൈസ്. ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അപ്സിംഗ് ക്രിയേഷൻസ്. ഞാനിപ്പോൾ ഒരു ബസ്സിൽ ഇരുന്ന് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിക്ക ആൾക്കാരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രീം സ്പോട്ടാണ് മണാലി, കുളു മണാലി. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുറേ നേരത്തെ ഏകദേശം 15 മണിക്കൂറോളം ജേണി ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു തല്ലിപ്പൊളി ബസ്സായിരുന്നു ഗൈസ്. ഇടിച്ച് മനുഷ്യൻ്റെ എല്ലാം ചളങ്ങി, ഇച്ചിരി തലവേദനയൊക്കെ ഉണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പുള്ളി ഇവിടെ ചീപ്പ് റൂംസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. നമ്മളിനി അവിടെ പോയി ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് കറങ്ങാം ഗൈസ്. നല്ല അടിപൊളി സ്ഥലം, ചെറിയ തണുപ്പുണ്ട്. 17 ഡിഗ്രിയാണിപ്പോൾ. നമുക്ക് നോക്കാം. ഫ്രണ്ട്സാണ്, ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നിന്ന് നോക്കിയാ പുറത്തോട്ടൊക്കെ കാണാം. ബൈക്ക് റെൻ്റലിനുണ്ടല്ലേ? ഈ ബുള്ളറ്റെല്ലാം നമുക്ക് റെൻ്റലിന് എടുത്തോണ്ട് പോകാം ഗൈസ്. 1000-1200 റേറ്റ്. ഫ്രണ്ട്സ്, നല്ല ക്ഷീണമുണ്ട്. ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഭൈ, ആപ്കാ നാം? പ്രവീൺ ഗൈസ്. പ്രവീൺ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഇവിടെ നിന്ന് നല്ല സ്റ്റേ ഒക്കെ കിട്ടും. ഇവിടെ പെർ റൂം 600 റുപ്പീസാണ്. നമുക്ക് വന്ന് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. ലിജോ നമ്മുടെ ബാക്കി പേയ്മെൻറ്റ് ചെയ്യുവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് രണ്ടാമത്തെ ദിവസമായ ഇന്നാണ് പുറത്തോട്ട് ഇറങ്ങാൻ പോയത്. ഫ്രണ്ട്സ്, ഇതാണ് ഹോട്ടൽ വിക്രാന്ത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇനി നമ്മളിവിടെ ഒരു 600 റുപ്പീസിൻ്റെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ റോക്താങ് പാസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ മഞ്ഞൊക്കെ വീണ സ്ഥലം. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് മഞ്ഞൊക്കെ വീണ സ്ഥലം കാണാൻ പോകുന്നത്. റോക്താങ് പാസിൽ -3 ഡിഗ്രിയാണിപ്പോൾ. അപ്പോൾ നമുക്ക് പോണ വഴി കാണാം ഗൈസ്. ഞാനിപ്പോൾ ഏതോ വിദേശ രാജ്യത്ത് വന്ന പോലെയാണ് ഗൈസ് തോന്നുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ കുന്നുകളുടെ ഇടയിൽ, മലയുടെ ഇടയിലുള്ള ഒരു സ്ഥലം. അതാണ് മണാലി. കണ്ടോ ഗൈസ്, ഇതാണ് പാക്കേജ്. ഇത് ഒരു ദിവസവും താഴത്തെ 2 ദിവസത്തെയും. സെറ്റല്ലല്ലോ? ഗൈസ്, എങ്ങനെയുണ്ട് സീറ്റൊക്കെ? തൊട്ടടുത്തൊരു സ്കൂളുണ്ട് ഗൈസ്. അപ്പം സ്കൂളിൽ അസംബ്ലി നടക്കുവാണ്. കാണിച്ചു തരാം. ഹലോ ലിജോ. ഫ്രണ്ട്സ്, കണ്ടോ ഗൈസ്, കോമഡി ആയിട്ടുണ്ട്. ലിജോ നോക്കട്ടെ, കോമഡി ആണല്ലോടാ. മെക്കാനിക്കിനെ പോലെ ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ മഞ്ഞുള്ള സ്ഥലത്ത് പോണതിന് മുമ്പ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം. ഈ ഡ്രസ്സിന് ഇവിടെ 250 രൂപയാണ് വില. ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ പൈസ തിരിച്ചു കിട്ടും. കാരണം അല്ലാതെ നമ്മൾ മഞ്ഞിൽ കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സ് കീറിപ്പോകാനും അങ്ങനത്തെ അഴുക്കാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നിർബന്ധമാണ്. ഇതിട്ടാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗുലാബ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് മഞ്ഞുമലകൾ കാണാം ഗൈസ്. ഞങ്ങൾ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഒരുപാട് മഞ്ഞുമലകളുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ആണ്. ലിജോ, ഫോട്ടോ എടുക്കണ്ടേ? ആളൊരു ഛർദിക്കാൻ വന്നെന്ന് പറഞ്ഞ കേട്ടു. ഛർദിച്ചാ നീ? കുറച്ച് കുടിച്ചിറക്കി.
ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ കാര്യമായിട്ടൊന്നും, പക്ഷെ പുള്ളി പറയുന്നത് ഇതൊരു വാട്ടർഫാൾ എന്നാണ്. ഇവിടെ ചെറുതായിട്ടൊരു വാട്ടർഫാൾ കാണാം. ഇത് ചിലപ്പോൾ വെള്ളം വരുമ്പോഴത്തേക്കും നല്ലപോലെ ഫ്ലോ കാണുമായിരിക്കും, അതായിരിക്കും വാട്ടർഫാൾ എന്ന് പറയുന്നത്. അതങ്ങാണ് ഗൈസ്, ക്യാമറ കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടുത്തെ വ്യൂവും കൊള്ളാം ഗൈസ്. ബാക്കിൽ നല്ല മഞ്ഞും മരങ്ങളൊക്കെ ഉണ്ട്. ആണ് സെക്കൻഡ് വ്യൂ പോയിന്റ്. താഴെ നല്ലൊരു കൊക്കയാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ താഴെ നല്ല കൊക്കയാണ് ഗൈസ്. അവിടെ കുറച്ച് മഞ്ഞും മലകളുണ്ട്. ഇതാ അവിടെയാണ് വാട്ടർഫാൾ വരുന്നത്. നിങ്ങൾക്ക് കാണാമോന്ന് അറിയില്ല. അവിടെ ചെറിയ രീതിയിൽ വെള്ളം പോകുന്നുള്ളൂ. ജോ വാട്ടർഫാൾ കാണുന്നുണ്ടോ? നിങ്ങൾ വാട്ടർഫാൾസ് സൂയിസൈഡ് ചെയ്യാനോ? ചാട്, അങ്ങനെയെങ്കിലും വണ്ടിയുടെ ഭാരം കുറയട്ടെ. പറ, വാട്ടർഫാൾ കാണുന്നുണ്ടോ? പറയൂ, വാട്ടർഫാൾ. ഓ, ഇവിടെ അപകടമാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? എന്തോന്ന്? वाटरफॉल्स കാണുന്നുണ്ടോ? वाटरफॉल्स. ओके भैया, आपका नाम? मतीन, हैदराबाद से. നമ്മള് ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടാണ് ചേട്ടൻ. ഹായ് കണ്ടോ? ചെറുതായിട്ട് പുള്ളിക്കാരന് മലയാളം അറിയാം, അതാ പുള്ളി പറയുന്നത്. നല്ല പൂരി, നല്ല ചോറ്. അപ്പൊ നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബർ തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ന്യൂ സബ്സ്ക്രൈബർ. താങ്ക് യു. You can also do that. താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മണാലിയിൽ നിന്ന് സ്നോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. മഞ്ഞ് വീണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് റോഹ്താങ് പാസ്. നല്ല തണുപ്പാണ് ഗൈസ്. -ഡിഗ്രിയാണ് ഇവിടെ. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഗൈസ് ഇങ്ങനെ മഞ്ഞ് വീണ സ്ഥലത്ത് പറയുന്നത്. ഞാൻ ടി വിയിലും സിനിമകളിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ നിൽപ്പുള്ളത്. ഇപ്പോൾ സ്നോഫാൾ ഇന്ന് നൈറ്റ് മുതൽ തുടങ്ങുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് ആ സമയത്ത് തിരിച്ച് ട്രാവൽ ചെയ്ത് ഡൽഹി പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം ഗൈസ്. Follow me. Chon. Guys, ഞാനാണ് സിവിൽ എഞ്ചിനീയർ. ഞാനാരാണ് ഗൈസ്, പറയൂ. ഇതാണ് ഞങ്ങളുടെ ക്യാമറമാൻ. Yes, cameraman Malvika Sudas. Camera woman. Thank you. That's my car. ഫ്രണ്ട്സ്, വീഡിയോയിൽ കാണാൻ നല്ല സുഖമായിരിക്കും, പക്ഷെ ഒടുക്കത്തെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അത് കയറുമ്പോഴൊക്കെ എനിക്ക് സംസാരിക്കാൻ പോലും ബ്രീത്ത് കിട്ടുന്നില്ല. അമ്മാതിരി ബ്രീത്തിങ് പ്രോബ്ലം. നല്ല പൊക്കമുള്ള സ്ഥലമായതുകൊണ്ട് ഓക്സിജന്റെ കുറവ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സംസാരിക്കാൻ എനിക്ക് പോലും ബ്രീത്തിങ് കിട്ടുന്നില്ല. ഈ മല നമുക്ക് ഒന്ന് കയറി മുകളിലോട്ട് പോകാന്ന് വെച്ചപ്പം പകുതി നിന്നാണ് നമ്മൾ കയറുന്നത്. അത്രയ്ക്ക് ഓക്സിജൻ നല്ല കുറവാണ് ഗൈസ്. ഇപ്പം ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവരൊക്കെ ഇവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലേ ഗൈസ്? ചെറുതായിട്ട് കോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാൻ നേരെ പറ്റുന്നില്ല. പക്ഷെ വ്യൂ അടിപൊളിയാണ്. ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. ആവശ്യത്തിനുള്ള ഗിയർ, വിന്റർ ഗിയേഴ്സ് ഇട്ട് തന്നെ വരാൻ ശ്രമിക്കുക. മഞ്ഞ് കാണിച്ചുതരാം ഗൈസ്. നല്ല ഹാർഡാണ്, നമ്മൾ വിചാരിക്കുമ്പോഴല്ല. മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഇത് സോഫ്റ്റ് ആയിരിക്കും, ബട്ട് ഇത് ഹാർഡാണ്. ഇതെന്താന്ന് പറയാം, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ രിജോ ബാബുന് ഇങ്ങനെ യൂറിനൊന്നും ഇട്ടിടാൻ പാടില്ല. യൂറിനല്ല, മഞ്ഞ. അവൻ യൂറോ എന്ന് പറയും പച്ചക്കത്തിന്. Oh my god, this is a must watch guys. കണ്ടോ ഗൈസ്, നല്ല ഹാർഡാണിത്. നമ്മൾ വിചാരിക്കും ഈ ഐസ്ക്രീം പോലെ കിടക്കണം, നമ്മൾ വിചാരിക്കും ഭയങ്കര സോഫ്റ്റാണ്, എടുത്ത് എറിഞ്ഞ് കളിക്കാന്ന്.
എടുത്തെങ്ങാനും മണ്ട അറിഞ്ഞ കിളി പോകും. ആ കണക്കിനുള്ള സാധനങ്ങളാണ്. മോളോ എങ്ങനെയുണ്ട്? അടിപൊളി ഗൈസ്. പക്ഷെ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൈയൊക്കെ ഐസായി. ഇവിടെ വരുമ്പോ ബാബു അണ്ണാ, ആയിട്ടും ലിജോ ബാബു എങ്ങനെയുണ്ട്? ഇതൊന്നും മുണ്ടാത്തത് എന്താടാ? എന്ത് പറ്റി? ഐസ് കണ്ട് കണ്ണൊക്കെ മഞ്ഞളിച്ചോ? ഐസായി ലിജോടാ കുട്ടാടേ. മസ്റ്റായിട്ടും ഈ ക്ലോത്ത്സ് നമുക്ക് 250-300 റുപ്പീസിന് കിട്ടും. ഇത് വാങ്ങിച്ചിട്ടേ പറ്റൂ, ബിക്കോസ് ഡിസംബർ ടൈമൊക്കെ ആയ എന്നിട്ട് ആ സമയത്ത് നല്ലതാണ് ഇപ്പായിരിക്കും. നല്ലതാണ് പോയിരിക്കും. ഗ്ലൗസ്, ക്യാപ്പ്, എവറിത്തിങ്. ബാക്ക് നോക്കാം അവന്റെ. എടാ പോലെ കേട്ടോ, മതി മതി. അല്ല ഫണ്ണാ. ആ ഫ്രണ്ട്സ്, അങ്ങനെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ന് സാധിച്ചത്. നമ്മള് ഫ്രണ്ട്സ്, വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ന് സാധിച്ചത്. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ മഞ്ഞത്ത് കം ടു മണാലി. അപ്പോൾ ഗൈസ്, മണാലി ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് തിരിച്ച് കൈയും കാലം ഒന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല, മരവിച്ചു. സോ മാത്രമല്ല, എൻ്റെ ക്യാമറയിലെ സ്റ്റോറേജും ഫുള്ളായി പോയി ഗൈസ്. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. Habibi. എല്ലാവരും ടാറ്റ പറ. ബൈ ബൈ Bye guys.